നമസ്കാരം. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾക്ക് പലവിധത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യേണ്ടതായി വരും, അഭിമുഖീകരിക്കേണ്ടതായി വരും. അതിലൊരു പക്ഷേ പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയായി നമ്മൾക്ക് സാമ്പത്തിക പ്രതിസന്ധി കണക്കാക്കാവുന്നതാണ്. അപ്പോൾ ഈ 2025 എന്ന വർഷത്തിൽ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുകയാണ്. അതായത് കുചേലനിൽ നിന്ന് നിങ്ങൾ കുബേരനിലേക്ക് ഉയരാനായി പോവുകയാണ്. അതും എല്ലാ നക്ഷത്രക്കാർക്കും ആ ഭാഗ്യം ലഭിക്കുന്നില്ല. 5 നക്ഷത്രക്കാർക്കാണ് ആ ഒരു ഭാഗ്യം സിദ്ധിക്കുന്നത്. വളരെ മാറ്റങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് 2025. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഉടൻ തന്നെ വരാൻ പോകുന്ന മഹാശനിമാറ്റമാണ്. മാർച്ച് 29-നാണ് ഇത് വരുന്നത്. വളരെയധികം ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾ തുടരെ ഇടുന്നതുമായിരിക്കും. അപ്പോൾ ഇവിടെ കുബേര യോഗം തെളിഞ്ഞിരിക്കുകയാണ്. ഫെബ്രുവരി മാസമാണിത്. ഇനി 5 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. സാമ്പത്തികമായി ഒരുപാട് പരാധീനതകൾ, അതായത് ഒരു ആകെ പറഞ്ഞാൽ അത്രത്തോളം താഴാമോ അത്രത്തോളം നിങ്ങൾ താന്നു കഴിഞ്ഞിരിക്കുന്നു. സമ്പത്തിൻ്റെ ഒരു അളവ് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുടെ കയ്യിൽ മുന്നിൽ ചെന്ന് കൈനീട്ടേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അവരൊക്കെ നിങ്ങളെ കളിയാക്കിയ അവസ്ഥകളും വന്നിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളിൽ നിന്ന് ഒരു സമയത്ത് സഹായം പറ്റിയവരാകാം നിങ്ങളെ ഇപ്പോൾ തള്ളി പറഞ്ഞിട്ടുമുള്ളത്. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു. ആ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരാൻ പോവുകയാണ്. നിങ്ങളുടെ മേൽ ഭഗവാന്റെ കൃപ എത്തിക്കഴിഞ്ഞു എന്ന് മാത്രം നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഈ 2025 വർഷത്തിൽ കുചേലനിൽ നിന്ന് കുബേരനിലേക്ക് ഉയരാൻ പോവുകയാണ് 5 നക്ഷത്രക്കാർ. ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആയിരിക്കും നോക്കാം. നിങ്ങൾ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം 2025 ഈ വർഷത്തിൽ കുബേരനാകാൻ പോകുന്ന ആ 5 ഭാഗ്യശാലികളായ നക്ഷത്രക്കാരെ. ആദ്യത്തെ നക്ഷത്രം കാർത്തികയാണ്. കീർത്തിയേറുന്ന നക്ഷത്രത്തിൽ പെടുന്ന ആദ്യത്തെ നക്ഷത്രമാണ് കാർത്തിക. കീർത്തിയേറണം ജീവിതത്തിൽ. അത് ഒരു ഘട്ടം വരെ ചിലപ്പോൾ ദുഷ്കീർത്തി, അതായത് ചില ദരിദ്രനെന്നോ അല്ലെങ്കിൽ ചില അതായത് എടുത്തു ചാടിയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവനെന്നോ ചില കോപിഷ്ടനെന്നോ ഒക്കെ പേരുകൾ കേട്ടേക്കാം. പക്ഷേ അതിനുശേഷമുള്ള ഒരു സമയമുണ്ട്. ഒരു 35 വയസ്സിന് ശേഷമൊക്കെയുള്ള സമയം വളരെയധികം തേജസ്വിയായി മാറാനുള്ള ഒരു ഭാഗ്യശാലി എന്നറിയപ്പെടാനുമുള്ള ഒരു സമയമാണ് നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നത്. നല്ല ഒരു അവസരമാണ് ഇപ്പോൾ ജീവിതത്തിൽ വന്നു നിൽക്കുന്നത്. ചില സമയങ്ങളിൽ മടിയന്മാരായി ഉള്ള ഒരു സ്വഭാവം നിങ്ങൾ കാണിക്കുന്നുണ്ട്. തീരെ മടി, അലസതയൊക്കെ, അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു താല്പര്യം കൂടി നിങ്ങൾ എടുക്കേണ്ടതാണ്. വളരെയധികം നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ത്യാഗങ്ങൾ സഹിച്ചു കഴിഞ്ഞ് അല്പം ഒരു ബുദ്ധിമുട്ടിയാൽ ഈ നേട്ടങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും അനുഭവിക്കേണ്ട, അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു. കാർത്തിക നക്ഷത്രക്കാർക്ക് ഇനി നേട്ടത്തിൻ്റെ സമയമാണ്. കുബേര ഭാഗ്യമാണ്, കുബേര യോഗമാണ്. ഭഗവാൻ തന്നെ നിങ്ങളെ നേരിട്ട് അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഉയർച്ചയുടെ സമയമാണ്. ഉയർച്ച ഉണ്ടാവുമെന്നതിൽ നിങ്ങൾക്ക് യാതൊരു സംശയത്തിൻ്റെ ആവശ്യമില്ല. വളരെയധികം നേട്ടമാണ് കാർത്തിക നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ നക്ഷത്രം ഏതെന്ന് ചോദിച്ചാൽ അത് ചിത്തിരയാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും വളരെ മനക്കരുത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് ചിത്തിര നക്ഷത്രക്കാരുടെ പ്രത്യേകതയാണ്. ഒരുപാട് ദുർഘടകമായ വഴികളിലൂടെ തരണം ചെയ്ത് താണ്ടി വന്നു. ആരുമില്ലാത്ത സ്വന്തം പെറ്റ അമ്മ, അച്ഛൻ വരെ ചില സമയങ്ങളിൽ നിങ്ങളെ തള്ളിപ്പറയേണ്ട ഒരു അവസ്ഥയൊക്കെ അവർക്കും ഉണ്ടായിട്ടുണ്ട്. അത് അവർക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ചില അവസ്ഥകൾ അങ്ങനെയായിരുന്നു. അതുപോലെ അതായത് ഏകാന്തവാസം നടത്തേണ്ട അവസ്ഥ വരെ നിങ്ങൾക്ക് വന്നു. ശ്രീരാമൻ്റെ കൂട്ടൊരു അവസ്ഥയൊക്കെ. അപ്പോൾ അതൊക്കെ മാറുകയാണ് ഇവിടെ മാറി നേട്ടത്തിൻ്റെ സമയമാണ്. ആ ഒരു കാർമേഘമാണ് നിങ്ങളെ വിട്ടൊഴിഞ്ഞത്. ഭാഗ്യത്തിൻ്റെ സമയമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. കർമ്മ മേഖലയിലൊക്കെ നേട്ടമുണ്ടാക്കാൻ സാധിക്കും. വിദേശ ഭാഗ്യം കൂടി നിങ്ങൾക്ക് ഈ ഒരു വർഷം തെളിയുന്നുണ്ട്. ചിത്തിര നക്ഷത്രക്കാരുണ്ട്. ജോലിയില്ല, വിഷമമാണ്, ബുദ്ധിമുട്ടാണ്, ജീവിതം കരപിടിക്കാൻ പറ്റുന്നില്ല എന്നൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വിദേശ ഭാഗ്യം തെളിഞ്ഞൊരു സമയമാണ്. വിദേശത്തേക്ക് ഈ ഒരു ഡിസംബറിന് മുന്നേ നിങ്ങൾ പോയിരിക്കും, ജോലി ലഭിച്ചിരിക്കും എന്നതിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. ഇനി മൂന്നാമത്തെ നക്ഷത്രം കുബേരയോഗം തെളിഞ്ഞത് ഉത്രാടമാണ്. കഠിന പരിശ്രമശാലികളാണ് ഉത്രാട നക്ഷത്രം. പക്ഷേ ഒരു കാര്യമുണ്ട്, പരിശ്രമിക്കുന്നതിനനുസരിച്ചുള്ള ഫലം സിദ്ധിക്കുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ടുള്ള സമയം പരിശ്രമത്തിനുള്ള ഫലം ഇരട്ടിയായി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ മേഖലയിലും ഒരു പ്രത്യേക പ്രാവീണ്യമുണ്ട്. അതായത് നമ്മൾ പറയാറുണ്ട്, ഏത് മേഖലയിലാണെങ്കിലും അവനെ കൊണ്ട് അത് സാധിക്കും, അവനത് കഴിവുണ്ട്. ചില ആളുകളുണ്ട് പാട്ട് പഠിച്ചിട്ട് പോലും ഇല്ലെങ്കിലും നന്നായിട്ട് പാടുന്നവർ, ഡ്രോയിങ് പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നന്നായിട്ട് വരയ്ക്കുന്നവർ, അങ്ങനെ പല മേഖലയിൽ അത് ജന്മനാ ഉള്ള ഒരു സിദ്ധമായ കഴിവാണ്. അങ്ങനെ ഒരു കഴിവോടുകൂടി ഭൂമിയിലേക്ക് വന്നവരാണ് ഈ ഉത്രാട നക്ഷത്രക്കാർ. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കഴിവിനെ പുറത്തെടുക്കാൻ നിങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. വളരെ ഒരു നല്ല സമയമാണ് നിങ്ങൾക്കിപ്പോൾ വന്നടഞ്ഞിരിക്കുന്നത്.
അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകുവാൻ പ്രത്യേക ഒരു കഴിവുണ്ട്. അതായത് എങ്ങനെ ഇട്ടാലും നാല് കാലിൽ വീഴുന്ന ഒരു നക്ഷത്രം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ഒരുപാട് വിഷമങ്ങളുണ്ടായി, എല്ലാവരും തള്ളിപ്പറഞ്ഞ അവസ്ഥ, ഒറ്റയ്ക്കായ അവസ്ഥ, മാനസികമായി മറ്റൊരു വ്യക്തിയായിരുന്നുവെങ്കിൽ തളർന്നു പോയേനെ എന്ന് പറയുന്ന തരത്തിലുള്ള അവസ്ഥയും ഇവര് ഒരു പ്രയാസവുമില്ലാതെ തരണം ചെയ്തു. ഇനി ആ ഒരു സമയം മാറിയിരിക്കുകയാണ്. ഇവിടെ നേട്ടത്തിൻ്റെ സമയം വന്നണഞ്ഞിരിക്കുകയാണ്. ധൈര്യത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊള്ളുക. വളരെയധികം ഭാഗ്യം നിങ്ങൾ ഈ ഒരു 2025 കാത്തിരിപ്പുണ്ടെന്നതിൽ യാതൊരു സംശയവും ആവശ്യമില്ല. അംഗീകാരങ്ങൾ, നേട്ടങ്ങൾ, സമ്പത്ത്, മാന്യത, പ്രശസ്തി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ഒരു സമയം തന്നെയാണ് ഈ 2025. അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ആ ഒരു വിഷമങ്ങൾ ഒക്കെയും തന്നെ മാറിയിരിക്കുകയാണ്. അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ്. ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക്. നിങ്ങളെ കളിയാക്കിയവർ, ചവിട്ടി താഴ്ത്തിയവർ, പിറകിൽ നിന്ന് തള്ളിയവർ, അതായത് പിറകിൽ നിന്ന് നിങ്ങളുടെ ആ ഒരു സന്തോഷം കാണാൻ സഹിക്കുന്നില്ല ചില ആളുകൾക്ക്. അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അവരിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകുവാനായിട്ട്. അങ്ങനെയുള്ള പല ആളുകളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കടന്നു കയറി നിങ്ങൾക്ക് പ്രഹരമേൽപ്പിച്ചു. പക്ഷെ അതൊക്കെ ആ ഒരു സമയം, അതൊക്കെ ഏൽക്കേണ്ടതായ സമയങ്ങളുണ്ട്. അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു. നേട്ടത്തിൻ്റെ സമയമാണ് വന്നത്. ഉയരങ്ങൾ കീഴടക്കാനുള്ളൊരു ഭാഗ്യം നിങ്ങൾക്കുണ്ടാകുന്നുണ്ട്. സമൂഹത്തിൽ തിളങ്ങാൻ സാധിക്കുക, അതായത് നിങ്ങളാൽ പല കാര്യങ്ങൾ ചെയ്യാനും ആ കാര്യങ്ങൾ ചെയ്തതിനെ കുറിച്ച് 10 പേരാൽ പറഞ്ഞ് അംഗീകാരങ്ങൾ എടുക്കാനും അംഗീകാരങ്ങൾ തേടിയെത്താനുമുള്ളൊരു ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. കാരണം കുബേരൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ നിങ്ങൾ ഏതിൽ ചെന്ന് പിടിച്ചാലും അതൊക്കെ നിങ്ങൾക്ക് പൊന്നായി, നേട്ടമായി മാറുന്നതാണ്. ഒരു കൃഷി ചെയ്താൽ തന്നെ, ഏതെങ്കിലും ഒരു ധാന്യം നട്ടാൽ തന്നെ അതൊക്കെ നിങ്ങൾക്ക് വിളവെടുത്ത് അതിൻ്റെ ഒരു ഫലം നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നത് യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല. കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ എന്ത് ചെയ്താലും അതൊക്കെ പരാജയമായിരുന്നു. ഏതിൽ ചെന്ന് തൊട്ടാലും ഒരു അപശകുനം പോലെ അല്ലെങ്കിൽ എന്ത് ദുശകുനം പോലെ പല കാര്യങ്ങളും മാറിക്കൊണ്ട് നിങ്ങൾക്ക് തന്നെ മേൽ പ്രശ്നങ്ങളായി പലതും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു അവസ്ഥ ഇവിടെ മാറുന്നുണ്ട്. കുബേരയോഗം തെളിയുകയാണ്. ധനത്തിന് യാതൊരു കുറവും ഇനി നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് നമ്മളിവിടെ 2025 കാര്യമാണ് പറയുന്നത്. ആഗ്രഹിച്ച പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു 5 നക്ഷത്രക്കാർക്ക് കുബേരൻ്റെ അനുഗ്രഹം സിദ്ധിച്ചിരിക്കുന്നതിനാൽ തന്നെ വളരെ വലിയ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങളാൽ ചെയ്യപ്പെടേണ്ടതാണ്. നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. സ്വന്തമായ ഒരു ഗൃഹം, അതേപോലെ ഇപ്പോൾ ഗൃഹം ഇല്ലാത്തവരുടെ കാര്യമാണെങ്കിൽ പുതിയൊരു ഗൃഹം, ഉള്ളവർക്കാണെങ്കിൽ ഒന്നുകൂടി മോടി പിടിപ്പിക്കാൻ സാധിക്കും. ഒരു വാഹനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വിദേശ ഭാഗ്യം പറയുന്നുണ്ട് കേട്ടോ. ഈ 5 നക്ഷത്രക്കാർക്കും നിങ്ങൾ വിദേശത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ മുന്നിട്ടിറങ്ങി ചെയ്യണം. അപ്പോൾ ഭാഗ്യത്തിൻ്റെ പകുതി ശതമാനം നമ്മളിലേക്ക് വരുന്നപ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മളൊരു താല്പര്യം കൂടി എടുത്ത് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മളും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ല ഭാഗ്യം വരും എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളാൽ 50% കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബാക്കി 50% ഭാഗ്യവും കൂടി അനുകൂലമായി വരുന്ന സമയമായതിനാൽ ഏത് കാര്യത്തിലും തിളങ്ങാനും ശോഭിക്കാനും സാധിക്കും. അപ്പോൾ ഈ 2025 എന്ന ഈ ഒരു വർഷത്തിൽ കുബേരയോഗം തെളിഞ്ഞവരാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ബാക്കി 50% ഭാഗ്യം അനുകൂലമായതിനാൽ ഏത് കാര്യത്തിലും നിങ്ങൾക്ക് വിജയം തന്നെ ഭവിക്കുന്നതുമായിരിക്കും. നന്ദി.